What's up you all? What's up Chelsea fans, football fans? Welcome back to Chelsea Karen channel. ഞാൻ പെട്ടെന്ന് ടീമിന്റെ പേര് ഞാൻ മറന്നുപോയി. അതായത് എനിക്ക് വേഗ എന്നാ പറഞ്ഞേ, ലഗിയ അങ്ങനെ എന്തോ ആയിരുന്നില്ല ടീമിന്റെ പേര്. 3-0 അല്ല 0-3, കാരണം നമ്മൾ എവയാണല്ലോ കളിച്ചത്, അവരുടെ ആണല്ലോ ടീം. അപ്പൊ 0-3 ജയത്തിന്റെ മാച്ച് റിവ്യൂയിലേക്ക് ഏവർക്കും സ്വാഗതം. കുറച്ച് സന്തോഷമുണ്ട് മച്ചാനെ, മാച്ച് റിവ്യൂ ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക്. എത്ര നാളുകൾക്ക് മുമ്പാണ് ഇങ്ങനെ സന്തോഷിച്ചിട്ട് മാച്ച് റിവ്യൂ പോലും ചെയ്തതെന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. കളി ജയിച്ചാൽ പോലും മനുഷ്യനൊരു സന്തോഷമില്ലാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു. പക്ഷെ ഇപ്രാവശ്യത്തെ മാച്ച് കണ്ടതിലൊരു സന്തോഷമുണ്ട്, റിസൾട്ട് കണ്ടതിലൊരു സന്തോഷമുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പൊതുവെ കളി കാണുമ്പോഴത്തേക്കും ചെൽസി ഫാൻസ് അല്ല, ഏതൊരു ഫുട്ബോൾ ഫാൻസും കാണുന്നത് ജയവും കാണണം, നല്ലൊരു കളിയും കാണണം, നല്ല കുറെ മൊമെന്റ്സ് ഉണ്ടാവണം, കുറച്ച് ടെൻസ് സിറ്റുവേഷൻസ് വേണം, കുറച്ച് രസകരമായ നമുക്കൊരു എന്റർടൈൻമെന്റും കൂടെ ആവണമല്ലോ. അല്ലാണ്ട് ചുമ്മാ ബോറടിച്ചിട്ട് ഒരു ഗോൾ അടിച്ച് കളി കണ്ടപ്പോഴത്തേക്ക് നമ്മൾ കണ്ടിരിക്കുന്ന സമയമൊക്കെ ആയിട്ട് നമുക്കിങ്ങനെ പ്രാന്തിരിച്ചിരിക്കും. ഏകദേശം അങ്ങനെയായിരുന്നു ഫസ്റ്റ് ഹാഫ് അതുപോലെ തന്നെയായിരുന്നു. പൊന്നളിയ ബോറടിപ്പിച്ച് കൊല്ലുക എന്ന് പറഞ്ഞാൽ ബോറടിപ്പിച്ച് കൊല്ലുക. ആരായിരുന്നു? സാൻചോ റൈറ്റ് വിങ്ങില്. ഓശോ എന്റെ പൊന്നളിയ, ഇതുപോലെ ഒരു പാഴ് സാധനം റൈറ്റ് വിങ്ങിൽ ഇരുന്ന് കളിച്ചിട്ട് അവന് 2 ഡിഫൻഡേഴ്സിനെ ടേക്ക് ഓൺ ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പുറത്ത് ടൈറിക് ജോർജിനും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അവനെ ഞാൻ ഒരുപാട് കുറ്റം പറയുന്നില്ല. എൻകുങ്കു പ്ലെയർ റേറ്റിംഗിലേക്കൊക്കെ ഞാൻ വരാട്ടെ. എൻകുങ്കു അടുത്ത വേറൊരു വേസ്റ്റ് സാധനം. ഇങ്ങനെ പാസ് ചെയ്ത് ഒരു മൂവ്മെന്റും ഇല്ല, ഒരു അനക്കുമില്ല, ഒന്നും നടക്കുന്ന. പാൽമർ ഒന്നും കാര്യമായിട്ടൊന്നും ചെയ്യുന്നില്ല. ഫസ്റ്റ് ഹാഫ് കണ്ടപ്പോ തന്നെ ഞാൻ വിചാരിച്ചു ബോർ, പ്രാന്ത്. അപ്പത്തേക്കും സിഗ്നൽ വന്നു പെണ്ണുമ്പിള്ളയുടെ പാത്രം കഴുകാൻ. ഫസ്റ്റ് ഹാഫ് ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനിത് പാത്രം കഴുകിക്കൊണ്ടിരിക്കുന്ന സെക്കൻഡ് ഹാഫ് തുടങ്ങിയപ്പോഴത്തേക്കും 1-2 ഒക്കെ സൗണ്ട്. പിന്നെ പാത്രം കഴുകി സെക്കൻഡ് ഹാഫ് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇരുന്ന് കാണാൻ തുടങ്ങി. അപ്പോഴത്തേക്കാണ് നമ്മുടെ സാക്ക ജൂനിയർ അഥവാ നോണി മാഡുവൊക്കെ രംഗത്തിലേക്ക് ഇറങ്ങുന്നത്. പുള്ളിക്കാരൻ വന്നിട്ട് കുറച്ച് ഉഷാറായി. കാരണം പുള്ളിക്കാരൻ ഈ 1-on-1 ടേക്ക് ഓൺസ് ഒക്കെ എടുക്കുന്നതിൽ വലിയ കുഴപ്പമൊന്നുമില്ല. പുള്ളിക്കാരൻ കോൺഫിഡന്റ് ആയിട്ട് 1-on-1 ടേക്ക് ഓൺസ് ഒക്കെ എടുക്കും, കുറച്ച് പെനട്രേഷൻ റൺസ് ഒക്കെ ചെയ്യും. അങ്ങനെ ഉഷാറായിട്ട് കുറച്ച് പരിപാടികളൊക്കെ കൊണ്ടുവരുന്ന സംഭവമാണ് നോണി മാഡുക്ക്. അപ്പൊ കളിയൊക്കെ കുറച്ചൊന്ന് ഉഷാറായി. ആ ഉഷാറായ സമയത്താണ് ഒരു ഓപ്പർച്യൂണിറ്റി. റീസ് ജെയിംസ് ആണ് ആരാ ഷോട്ട് എടുത്തു, അവരുടെ ഗോൾ കീപ്പർ തടുത്ത് നേരെ വന്ന് നമ്മുടെ ടൈറിക് ജോർജ് നൈസായിട്ട് അത് ഫിനിഷ് ചെയ്തു. അതായത് ഗോൾ കീപ്പറിന്റെ സേവിൽ നിന്ന് ഫിനിഷ് ചെയ്താണ്. എനിക്ക് ആ ഗോൾ കീപ്പറിന്റെ സേവ് കുറച്ച് ആവറേജ് സേവ് ആയിട്ട് തോന്നി. കാരണം നമ്മൾ റൈറ്റ് സൈഡിലേക്ക് ഡൈവ് ചെയ്യുമ്പോഴത്തേക്കും ടിപ്പിക്കൽ ഗോൾ കീപ്പേഴ്സ് എങ്ങനെയാന്ന് പറഞ്ഞാൽ യു പുഷ് ഇറ്റ് ഔട്ട്. ഇത് നേരെ പുള്ളിക്കാരൻ സേവ് ചെയ്ത് നേരെ പുഷ് ഇറ്റ് തന്നെയായിരുന്നു. കുഴപ്പമില്ല, നമ്മളൊരു ഗോളൊക്കെ അടിച്ചു. അപ്പൊ തന്നെ കൊള്ളാം. അതിനുശേഷം വെച്ചാൽ നമ്മുടെ കളി ഒന്ന് ഉഷാറായി. നമ്മൾ ഭയങ്കരമായിട്ട് മൂവ്മെന്റും ഭയങ്കരമായിട്ട് നല്ല രസം ഉണ്ടായിരുന്നു നമ്മുടെ കളി കാണാൻ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കളി നല്ല രസം ഉണ്ടായിരുന്നു സെക്കൻഡ് ഹാഫ് ആദ്യത്തെ ഗോൾ വന്നതിന് ശേഷം. കാരണം ഒരുപാട് മൂവ്മെന്റ്സ് ഉണ്ടായിരുന്നു. നോണി മാഡുക്കെ കുറെ അറ്റാക്ക് ചെയ്യണ്ടായിരുന്നു. സാൻജോന്റെ പിന്നെ ഒരു അസിസ്റ്റ് ഉണ്ടായി, 2 അസിസ്റ്റ് സാൻജോന്റെ ഉണ്ടായി. സാൻജോ ലെഫ്റ്റ് വിങ്ങിലേക്ക് വന്നു, പുള്ളിക്കാരൻ കുറെ ഉഷാറായി. അതായത് ടീമിന് ഒരു ഉഷാറ് വന്നതുപോലെ, അതായത് എഫേർട്ട് എടുക്കുന്നു. അതായത് പെനിട്രേറ്റ് ചെയ്യാനും മോഡിക്കാനും അങ്ങോട്ട് അറ്റാക്ക് ചെയ്യാനും വേണ്ടിയിട്ടൊക്കെ ഒരു ഭയങ്കരമായിട്ട് അഗ്രസീവ് സ്റ്റൈൽ ഓഫ് ഒരു ഗെയിം പ്ലേ. സത്യം പറഞ്ഞാൽ സെക്കൻഡ് ഹാഫ് ആദ്യത്തെ ഗോൾ വന്നതിന് ശേഷം കാണാനുണ്ട്. അത് കണ്ടപ്പോൾ തന്നെ ഒരു സമാധാനം. നമ്മൾ ഇത് കാണാൻ വേണ്ടിയിട്ട് ഇരിക്കണം, അല്ലാണ്ട് ചുമ്മാ ബോൾ കിട്ടുക, തിരിച്ച് പാസ് കൊടുക്കുക, വിങ്ങേഴ്സിന് പെട്ടുക, പാസ് കൊടുക്കുക, വിങ്ങേഴ്സ് ഡു സംതിങ് മാൻ, ഷോ സം ഇന്റന്റ്. ആ ഒരു എക്സ്യൂബറൻസ്, ആ ഒരു എക്സൈറ്റ്മെന്റ് ഒക്കെ കൊണ്ടുവരാ. അത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇരിക്കുന്നത്. അത് കണ്ടപ്പോഴത്തേക്കും മനസ്സിനൊരു സമാധാനം. എൻകുങ്കു അതിനിടയ്ക്ക് ഒരു പെനൽറ്റി കിട്ടി, പുള്ളിക്കാരൻ അത് മിസ് ചെയ്തു. അത് കഴിഞ്ഞ ഉടനെ തന്നെ ഒരു ബിൽഡപ്പയില് ഒരു ക്ലിയറൻസ് ഗോൾ കീപ്പറിന്റെ മിസ്സായി. ആ മിസ്സായ ക്ലിയറൻസിൽ സാൻജോന് കിട്ടിയ ഒരു അവസരത്തിൽ പുള്ളിക്കാരൻ നല്ലൊരു റൺ. ഇതൊക്കെയാണ് സാൻജോന്റെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ക്രോസ് കൊടുത്തു, നോണി മാഡൊക്കെ ഫിനിഷ് ചെയ്തു. മൊത്തം 4 ഗോൾ അടിക്കാനൊക്കെ ഒരു ശ്രമവും ചാൻസസും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ തന്നെയും നമുക്ക് ഏകദേശം സെമി ഫൈനൽ ബർത്ത്. കാരണം പിന്നെ നമ്മുടെ ഹോം ഗെയിം ആണ്. ഇനി അവന്മാരെ അങ്ങനെ ഒന്ന് നമ്മൾ അങ്ങനെ വന്ന് അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും നമ്മൾ നോക്കുന്ന എനിക്ക് തോന്നുന്നില്ല. 3-0 ഡെഫിസിറ്റ് ഒക്കെ പ്രത്യേകിച്ച് അവരെ സംബന്ധിച്ച് എവയിലൊക്കെ വിൻ ചെയ്യാന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും. ആൻഡ് ഈവൻ ദോ അവരൊരു ഗോൾ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് തീർക്കാവുന്നേ ഉള്ളൂ. അതുകൊണ്ട് ഏകദേശം സെമി ഫൈനൽ സ്പോട്ട് നമുക്ക് ഉറപ്പിച്ചു എന്ന് പറയാം. ക്രെഡിറ്റ് ടു ദം. അവരെ നമുക്ക് ഒരുപാട് കുറ്റം പറയാനുമില്ല. അവർ അത്യാവശ്യം നല്ല രീതിയിൽ കളിച്ചു, നല്ലോണം ഡീപ്ലി ഡിഫെൻഡ് ചെയ്തു, നല്ലോണം ബ്ലോക്ക് ഓഫ് ചെയ്തു. ഒരുപാട് ചാൻസസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് ഹാഫിലൊന്നും അവർ സമ്മതിച്ചും കൂടി ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ നമുക്ക് പ്ലെയർ റേറ്റിംഗ്സിലേക്ക് വരാം, പെട്ടെന്ന് കാര്യങ്ങളിലേക്ക് ഇറക്കാം. യോർഗൻസൻ കാര്യമായിട്ട് ഒന്നും ചെയ്യാനൊന്നും ഉണ്ടായിരുന്നില്ല, ചെയ്തൊക്കെ മനോഹരമായിട്ട് ചെയ്തു. അവസാനമായപ്പോൾ ഒരു സേവ് ഒക്കെ ചെയ്യാനുണ്ടായിരുന്നു, അതേ ഉണ്ടായിരുന്നുള്ളൂ. ബാദ്യേഷ്യലിന്റെ ലെവല് ഇങ്ങനത്തെ ഒക്കെ കളി കാണുമ്പോൾ ബാദ്യേഷ്യൽ വേറെ ലെവലായി മാറും. പുള്ളിക്കാരൻ തന്റെ മനസ്സിലുള്ള കഫൂനെയൊക്കെ വിളിച്ചെണിപ്പിച്ചിട്ട് കളിക്കും. ബാദ്യേഷ്യലിന്റെ വളരെ നല്ല കളി തന്നെയായിരുന്നു. ഹി വാസ് പെർഫോമിംഗ് റിയലി വെൽ. ഗുസ്തോ ലെഫ്റ്റ് ബാക്ക് ആയിട്ട് കളിച്ചു, മോശം ഉണ്ടായിരുന്നില്ല, കുറ്റം പറയാനുണ്ടായില്ല. അച്ചംപോങ് കളിച്ചു. അച്ചംപോങ് വാസ് റിയലി ഗുഡ് ഫസ്റ്റ് ഹാഫിൽ, നല്ലോണം കളിച്ചു. റീസ് ജെയിംസ് മിഡ്ഫീൽഡറായിട്ട്, ഞാൻ ഇപ്പോഴേ പറയുന്നു അവന് മിഡ്ഫീൽഡറായിട്ട് കളിക്കുന്നത് വളരെ വേസ്റ്റ് ആണെന്നുള്ളത്.
പുള്ളിക്കാരൻ വിഷൻ ഇല്ല. ഐ മീൻ സ്കിൽസ് ഉണ്ട്, പക്ഷെ വിഷൻ ഒന്നും ഇല്ല. പുള്ളിക്കാരൻ ആ പാസ് ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു വിഷൻ ഒന്നും ഇല്ല. നല്ല ഷൂട്ടിംഗ് എബിലിറ്റി ഉണ്ട്, പക്ഷെ ഞാൻ ഇപ്പൊ തന്നെ എഴുതായിരുന്നു വി ആർ വേസ്റ്റിംഗ് ഹിം ആസ് എ മിഡ്ഫീൽഡർ. തെറ്റാണെങ്കിൽ തെറ്റായിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്റെ നിഗമനത്തിൽ ഹിൽ ബിക്കം വേസ്റ്റ്. ഡ്രൂസ്ബറി ഹാൾ നല്ലോണം കളിച്ചു. സാൻജോ അട്ടർ വേസ്റ്റ്. ഫസ്റ്റ് ഹാഫിൽ അട്ടർ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ അട്ടർ വേസ്റ്റ്. സെക്കൻഡ് ഹാഫ് പുള്ളിക്കാരൻ ഉഷാറായിരുന്നു. അപ്പൊ ഏകദേശം ഒരു 50-50 പെർഫോമൻസ് പറയാം. പാൽമർ കാര്യമായിട്ടൊന്നും ഇമ്പാക്ട് ഒന്നും ചെയ്യാണ്ടായിരുന്നില്ല. ടൈറിക് ജോർജ് വാസ് ഡീസന്റ്, അവന് നല്ലൊരു ഗോൾ കിട്ടി, വളരെ സന്തോഷം. ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും രണ്ടും കൂടെ ചേർത്തിട്ട് ഞാൻ എന്തിനോ ഇപ്പൊ ഫുട്ബോൾ കളിക്കുന്ന, എന്തിനോ തിളയ്ക്കുന്ന സാമ്പാർ എന്ന് പറയുന്നത് പോലെ എന്തിനോ വേണ്ടി കളിക്കുന്നു ഓടുന്ന എൻകൂങ്കു. പുള്ളിക്കാരൻ എന്താണ് ചെയ്യുന്നത്, എവിടെയാണ് മൂവ് ചെയ്യേണ്ടതെന്നൊന്നും അറിയുന്നില്ല. അത് എൻകൂങ്കുവിനെ ഒരുപാട് കുറ്റം പറയാനില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മരസ്കയുടെ സിസ്റ്റത്തിൽ നോക്കിക്കഴിഞ്ഞാൽ എൻകൂങ്കിന് കാര്യമായിട്ട് ഒരുപാട് സ്പേസ് ഒന്നും കിട്ടുന്നില്ല. പുള്ളിക്കാരന്റെ ടൈറ്റ് സ്പേസിലൊന്നും, പുള്ളിക്കാരനൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ബുണ്ടസ് ലീഗിലൊക്കെ കളിക്കുമ്പോഴത്തേക്ക് 1-2 പേര് ചുറ്റുമൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് 1 ടച്ച് ബോളൊക്കെ കളിച്ച് ത്രൂ ഒക്കെ ആയിട്ട് ഓടി കളിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പ്ലെയർ ആണ്. സോ ഹി നീഡ്സ് ഒരുപാട് ലോട്ട് ഓഫ് പ്ലെയേഴ്സ് അറൗണ്ട്. അല്ലാണ്ട് 1-on-1 ടേക്ക് ഔട്ട്സ് ഒന്നും പുള്ളിക്കാരനെ കൊണ്ട് വരില്ല. നല്ല ക്വാളിറ്റി പ്ലെയർ തന്നെയാണെന്നുണ്ടെങ്കിലും എന്റെ ഒരു നിഗമനം പുള്ളിക്കാരനെ കുറിച്ച് തെറ്റിപ്പറ്റിപ്പോയി. ഐ തോട്ട് പുള്ളിക്കാരൻ ഒരു ഗോൾ സ്കോറർ, ചെൽസിക്ക് ആവശ്യമുള്ളൊരു ഗോൾ സ്കോററായി മാറുന്നുള്ള വിശ്വാസത്തിലായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി അതല്ല. പെനൽറ്റി മിസ്സായതിന്റെ അല്ല ഞാൻ പറഞ്ഞ മൊത്തത്തിലെ കളി. പിന്നെ പുള്ളിക്കാരൻ അൺഫോർച്ചുനേറ്റ്ലി പെനൽറ്റി മിസ്സായി, അത് പിന്നെ ആർക്കും എന്തും ആവാം. പക്ഷെ മൊത്തത്തിലെ കളി നമ്മൾ എൻകൂങ്ങിനെ വിലയിരുത്തുമ്പോഴത്തേക്കും കാര്യമായിട്ട് ഇമ്പാക്ട് ഒന്നും പുള്ളിക്കാരൻ കൊണ്ടുവരുന്നില്ല. പിന്നെ ലിവായ് കോൾവിൽ ചെക്കൻ വന്നിട്ട് മറ്റേ സെക്കൻഡ് ഹാഫിൽ വന്നിട്ട് പാസ് അവിടെ സെന്റർ ബാക്ക് ആയിട്ട് കളിച്ചിട്ട് ഒടുക്കത്തെ പാസ്. എവിടെ പ്ലേയേഴ്സിനുണ്ടോ അവരെ പൊക്കിയത്. അതാണ് ബ്രൈറ്റണിലെ കോൾവിൽ. എനിക്ക് തോന്നുന്നു ഇവന്മാരെയൊക്കെ സത്യം പറഞ്ഞാൽ നമുക്കിപ്പോ മനസ്സിലാക്കി നമ്മൾ കളിക്കേണ്ട ലെവല് എനിക്ക് തോന്നുന്നു കോൺഫറൻസ് ലീഗാന്നാ തോന്നുന്നത്. പ്രീമിയർ ലീഗ് ഒന്നും എനിക്ക് തോന്നുന്നില്ല നമ്മുടെ ടീമിനെ കൊണ്ട് പറ്റുന്നുള്ളത്. എനിക്ക് അതാ തോന്നുന്നത് കോൺഫറൻസ് ലീഗ്. മരസ്കനെ കൊണ്ട് ഇത് പറ്റും തോന്നുന്നില്ല, അറിയില്ല. ടോപ്പ് 5 ആയി ഇപ്പൊ ഏകദേശം അല്ല, ഇപ്പൊ ടോപ്പ് 5 ആണ് നമ്മുടെ ചാമ്പ്യൻസ് ലീഗ് ക്വാളിഫിക്കേഷൻ. അപ്പൊ നമുക്ക് തലവേന കുറഞ്ഞു, ഇല്ലാന്നല്ല, തലവേന കുറഞ്ഞു. കാരണം ടോപ്പ് 5 എത്തിക്കണം. അതിനെക്കുറിച്ച് നമുക്ക് വേറൊരു ഡിസ്കഷൻ നടത്താം. പക്ഷെ മൊത്തത്തിൽ ഈ ഒരു കളി നല്ല സെക്കൻഡ് ഹാഫ് പെർഫോമൻസ്, ഒരു ഗോൾ നേടിയതിന് ശേഷം നല്ലോണം നമ്മൾ കളിച്ചു. അതിന്റെ വളരെ സന്തോഷകരമായ ഒരു റിസൾട്ടിൽ നിൽക്കുന്നു. ആണ് മനസ്സമാധാനം കുറച്ച് ചിരിച്ചുകൊണ്ടൊക്കെ ഉള്ള ഒരു മാച്ച് റിവ്യൂ ചെയ്യാൻ കിട്ടിയ ഒരു അവസരം. ഡു ലെറ്റ് മീ നോ ഗൈസ് നിങ്ങളുടെ തോട്ട്സ് ഇൻ ദി കമന്റ് സെക്ഷൻ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ് SK ഫ്രം ചെൽസി കാരൻ.